ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് ഡൺ എന്താണെന്നും എങ്ങനെയാണ് വർക്ക് ഡൺ ഇക്വേഷൻ വരുന്നതെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി തിയറത്തിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വർക്ക് ആൻഡ് എനർജി. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ലഭിച്ചു. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അതേപോലെ നമുക്കറിയാം എം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ മാസ് എം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എം മാസുള്ള ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മൾ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫോഴ്സിന്റെ കാരണം കൊണ്ട് മാസ് എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ ഡി ആർ ആണ് ഡിസ്പ്ലേസ് അല്ലേ. അപ്പം ഈ ഫോഴ്സ് എമ്മിന്റെ മുകളിൽ ആക്ട് ആകുമ്പോൾ ഈ മാസ് ഇവിടുന്ന് ഡിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുകൂടെ ഉണ്ടായിട്ടുണ്ടാവണം? ഈ മാസ് ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൂവിങ് റേറ്റിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ചേഞ്ച് എന്ന് പറയാം. ആ വെലോസിറ്റി ചേഞ്ച് നമുക്ക് എന്താ പറയാം? ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പൊ ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് അല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഇതായിരുന്നു, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എം എ ആയിരിക്കണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ എഫിന് പകരം എം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എം എ ഡോട്ട് ഡി ആർ. ഇവിടെ എ എന്ന് പറയുന്ന വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, എം എന്താണ്? സ്കേലാർ ആണ്. സോ ഈ സ്കേലാറിനെ നമുക്ക് എന്ത് ചെയ്യാം? വെക്ടർ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറി? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വെക്ടർ എ ഡോട്ട് ഡി ആർ എന്ന് നമുക്ക് കിട്ടുന്നു അല്ലേ. സോ ഇനി നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആക്സലറേഷൻ നമുക്ക് എന്താക്കാം? വെലോസിറ്റിന്റെ ടേമിലേക്ക് മാറ്റി എഴുതി നോക്കാം. സോ ഇക്വേഷൻ എന്തായി മാറുന്നു? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മാസ് ഇന്റഗ്രൽ ഓഫ് ഡി വി ബൈ ഡി ടി ഡോട്ട് ഡി ആർ. ഇവിടെ വി എന്ന് പറയുന്ന വെക്ടർ ആണ്, ഡി ആർ എന്ന് പറയുന്നതും വെക്ടർ ആണ് അല്ലേ. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലോ. അതായത് നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ഡി ആർ ബൈ ഡി ടി ആണ് വെലോസിറ്റി എങ്കിൽ ഡി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഡി ആറിന് നമുക്ക് എന്താക്കാം? വെലോസിറ്റിന്റെ ടൈമിലേക്ക് മാറ്റി എഴുതി നോക്കാം. സോ ഇക്വേഷൻ എന്തായി മാറുന്നു? വർക്ക് ഡൺ ഈക്വൽ ടു എം ഇന്റഗ്രൽ ഓഫ് ഡി വി ബൈ ഡി ടി ഡോട്ട് വി ഡി ടി അല്ലേ, വി ഡി ടി. സോ ഇവിടെ ഈ ഡി ടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ വരുന്ന ഇക്വേഷൻ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മാസ് ഇന്റഗ്രൽ വി ഡി വി ആയിട്ട് മാറും. കാരണം ഇവിടെ വി ആണ് ബാക്കിയുള്ളത്, ഡി വിയും ബാക്കിയുണ്ട്. സോ വി ഡി വി ആയിട്ട് മാറും. അപ്പൊ ഇതുവരെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ ആണ് നമ്മളുടെ വേരിയബിൾ ആയിട്ട് എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റഗ്രൽ ലിമിറ്റ് എയും ബിയും കൊടുക്കാൻ കാരണം. എന്നാൽ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഇക്വേഷനിൽ വെലോസിറ്റി ആണ് വേരിയബിൾ, ഡി വി ആണ് വേരിയബിൾ. അപ്പൊ നമ്മൾ എന്താ? നമ്മളെ എ ബി പോയിന്റ് കൺസിഡർ ചെയ്താൽ പോരാ. എ ബി പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉണ്ടാവുന്ന എ എന്ന് പറയുന്ന പോയിന്റ് ബിയിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണ്? ഡി ആർ വരുമ്പോഴാണ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഡി വി ആണ്, വെലോസിറ്റി ആണ്. സോ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ലിമിറ്റിൽ ചേഞ്ച് വരുത്തണം. എന്താക്കണം? നമ്മൾ വെലോസിറ്റി അറ്റ് എ ടു വെലോസിറ്റി അറ്റ് ബി ആക്കണം അല്ലെ. കാരണം ഇവിടെ വേരിയബിൾ വെലോസിറ്റി ആയതുകൊണ്ട് ഇനീഷ്യൽ പോയിന്റിൽ ഉണ്ടാകുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും ഫൈനൽ പോയിന്റിൽ ഉണ്ടാകുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇന്റഗ്രൽ ലിമിറ്റ് ഇവിടെ നമ്മൾ എ ടു ബി എന്ന് കൊടുക്കുന്ന സമയത്ത് വെലോസിറ്റി ടേമായി മാറുമ്പോൾ നമ്മൾ ഡി എ ടു ഡി ബി കൊടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? വർക്ക് ഡൺ എ ബി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ലോവർ ലിമിറ്റ് വി എ ടു അപ്പർ ലിമിറ്റ് വി ബി വി ഡി വി അല്ലെ. അപ്പൊ നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ വരുന്നത്? എക്സ് ബൈ ടു, എക്സ് സ്ക്വയർ ബൈ ടു ആണ് നമുക്ക് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് വരുന്നത്. സോ ഇവിടെ ഇന്റഗ്രൽ വി ഡി വി ആണെങ്കിൽ അതെന്തായാലും മാറും? വി സ്ക്വയർ ബൈ ടു ആയിട്ട് മാറും. സോ വർക്ക് ഡൺ എ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു വി സ്ക്വയർ ബൈ ടു ലോവർ ലിമിറ്റ് വെലോസിറ്റി അറ്റ് എ, അപ്പർ ലിമിറ്റ് വെലോസിറ്റി അറ്റ് ബി. സോ നമ്മൾ ഈ ലിമിറ്റ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറുന്നു? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വി ബി സ്ക്വയർ ബൈ ടു മൈനസ് വി എ സ്ക്വയർ ബൈ ടു. ഇനി നമുക്ക് ഈ എം കൊണ്ട് നമുക്ക് ഫസ്റ്റ് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യാം,
എം കൊണ്ട് സെക്കൻഡ് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇക്വേഷൻ എന്തായി മാറുന്നു? വർക്ക് ഡൺ എ ബി ഈസ് ഈക്വൽ ടു 1/2 എം വി ബി സ്ക്വയർ മൈനസ് 1/2 എം വി എ സ്ക്വയർ ആയിട്ട് മാറുന്നു അല്ലേ? അപ്പൊ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്, ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ ഇവിടെ അതാണ് വന്നിട്ടുള്ളത്, ഹാഫ് എം വി സ്ക്വയർ. ഇവിടെയും ഹാഫ് എം വി സ്ക്വയർ. പക്ഷെ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയും ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് പൊസിഷൻ ബി. ഇനി ഇവിടെ ഹാഫ് എം വി എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ അറ്റ് പൊസിഷൻ എ. സോ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്ക് ഡൺ. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതാണ്. കൈനറ്റിക് എനർജി അറ്റ് ബി എന്നുള്ളത് നമുക്ക് കെ ബി എന്ന് എഴുതാം. കൈനറ്റിക് എനർജി അറ്റ് എ എന്നുള്ളത് നമുക്ക് കെ എ എന്ന് എഴുതാം. സോ വർക്ക് ഡൺ എ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ബി മൈനസ് കൈനറ്റിക് എനർജി അറ്റ് എ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു പാർട്ടിക്കിളിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ നടത്തിയിരിക്കുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ആ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും ഇനീഷ്യൽ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? എനർജി, കൈനറ്റിക് എനർജിയും വർക്ക് ഡണ്ണും തമ്മിൽ റിലേറ്റീവ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. സോ എനർജി വർക്കും എന്ത് ചെയ്യുന്നു? മ്യൂച്വലി റിലേറ്റഡ് ആണ്. കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിളും അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് പൊസിഷനും ടോട്ടൽ വർക്ക് ഡണ്ണും എന്ത് ചെയ്യുന്നു? അത് തമ്മിൽ റിലേറ്റീവ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്നു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു കെ ബി മൈനസ് കെ എ. ദാറ്റ് ഈസ് വർക്ക് എനർജി തിയറം. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ.